لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വിശുദ്ധ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരുമിച്ച് കൂടലും അതുപോലെ എല്ലാ സൽപ്രവർത്തനത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നാളെ സുബഹി നമസ്കാരവും കളഞ്ഞ നിസ്കാരങ്ങളും ഇനി വേണ്ട നിസ്കാരങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇന്നലെ സൂറത്തുൽ ബലദ് എന്നുള്ള ഒരു സൂറ, ഭയങ്കര സുപരിചിതമായ ഒരു സൂറത്ത്. മനുഷ്യനെ ബന്ധത്തെ സ്ഥാപിക്കുമ്പോൾ എഴുങ്കേരാഗ്രഹങ്ങളെ വകയിലും ഒരു ബന്ധം മനുഷ്യർക്ക് നൈസർഗികമായ ബന്ധം, ഇത് അള്ളാഹു ഉണ്ടാക്കിയ ബന്ധം. അബ്ബ മക്കളുടെ ബന്ധം, നിരക്കരിയ ബന്ധം, ഇതെല്ലാം നൈസർഗികമായി പഠിച്ചുണ്ടാക്കിയത്. ആ ബന്ധത്തെല്ലാം ഇപ്പം ദൂരത്താക്കിയോടുള്ളു. ആ സന്ദർഭത്തിൽ മുഹമ്മദ് നബിനെ പോലത്തെ വരുന്ന നബിനൊട്ടിയെ പോലും മക്കത്തെ നിവാസിയായ മുഹമ്മദ് നബിയോട് പോലും നിങ്ങൾ ഈ രായത്തങ്ങ് അല്ല എന്നുള്ള വാദക്കാരുണ്ട്. അള്ളാഹു പ്രത്യേകിച്ച് ഹാദൽ ബലദ്, ചെറിയ സൂറത്തിൽ ബലദ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. വലിയ സൂറത്തുണ്ട് അൽബക്കർ. ചെറിയ സൂറത്തിൽ എവിടെയും ബലദ് എന്നുള്ള നാമകരണം ഉപയോഗിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ബലദിൽ വന്ന ചെറിയ ചെറിയ സൂറത്ത് സലീം ഓർമ്മയുണ്ട? ബലദ് ഏതിൽ വന്നത്? ബലദിന് റായാണ്. റായത്തെ ചൊല്ലും ബലദ്. ഒത്തീനി വസൈത്തൂനിൽ ബലദ് വന്നതാ? ಮುಂದಿದೆ ರಜಾಕ್ ಸಾಬ್ ಬಂದ್ರಲ್ಲ, ಯಾರು ಬಂದ್ರಿ? ഹാദൽ ബലദിൽ അമീൻ, വിശ്വസ്തമായ ഈ രായ മക്കൾ. ആർക്ക് ഏജാക്കി ടൈം സന്ദർഭത്തിൽ നടന്നു പോകാം. 2 ഗണ്ട ജാവുക നീ വേണ്ട എത്ര പെൺമക്കളെയും രക്ഷപ്പെടുമ്പോൾ ഒരു ഹറം പ്രദേശം ബലദ്. അതുപോലെ ലീലാഫി ഖുറൈശിനും വന്നൊരു ബലദ്. റബ്ബ ഹാദൽ ബൈത്ത് വന്ന് അതേ ബലദ് ഭാഗം. ഒരു സൂറത്ത് ഇബ്രാഹിമിലും സൂറത്ത് അൽ ബക്കറയിലും ബലദ് വന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ നിവാസിയായ മുഹമ്മദ് നബിയുടെ അബ്ബ അബ്ദുള്ള എന്നതും അങ്ങനെ അബ്ബ അബ്ദുൽ മുത്തലിബും അങ്ങനെ അബ്ബ ഹാഷിം, കിനാന, ഖുസൈമ, മുദ്രിക, ഇലിയാസ്, നിസാർ തുടങ്ങിയ എല്ലാ ചരിത്ര പ്രസിദ്ധമായ അബ്ബമാരെല്ലാം നിവാസി മക്കത്ത്. അത് എന്തുകൊണ്ട് ഹിഷാം അങ്ങനെ അബ്ബരബ്ബ പോകുമ്പോൾ ആദം നബിക്ക് എത്തും. ഭാര്യ പാരമ്പര്യമുള്ള ഒരു വിഭാഗം. ആരായിട്ടാണ് എങ്ങനെ SIR വേറെ എന്തുകൊണ്ട് നീക്കോ സാധ്യമില്ലാത്ത ഒരു ശക്തരായ വിഭാഗം അത് ഈ മക്കത്താണ്. അപ്പൊ അണ്ടും ഇണ്ടും ഷഹാത്ത് തിരുമചിഹ്നങ്ങളൊട്ടി ഒരു ആശ പ്രകൃതിപരമായിട്ടുണ്ട്. മനസ്സിലായി? അത് തൊപ്പിലൊട്ടിയുള്ള അർശല്ല, എച്ചിലൊട്ടിയുള്ള അർശല്ല, ഹലാൽ ഹറാമിലൊട്ടിയുള്ള അർശല്ല. ഇയാൾ ഇസ്ലാം. हर टाइम
10 മിനിറ്റിലും അള്ളാഹ്ക്ക് അനുസരിക്കുന്ന ആൾക്ക് പേര് മുസ്ലിം. എല്ലാം സമർപ്പിക്കാൻ റബ്ബും. അതുകൊണ്ട് ഇബ്രാഹിം നബി പറഞ്ഞു, അള്ളാഹു നിങ്ങൾ നല്ല മുസ്ലിമാണ്. ഇബ്രാഹിം മുസ്ലിം മാത്രമല്ല നബിയായി. പിന്നെ അത് ഞാൻ നേരത്തെ ഞാൻ എല്ലാ റബ്ബും സമർപ്പിക്കും. ഏത് അവസ്ഥ വരട്ടു എൻ്റെ റബ്ബു, ഏത് സന്തോഷം വരട്ടു റബ്ബു. ഞാൻ എത്ര പ്രയത്നമുണ്ട് അവരുടെ ബാക്കിൽ എങ്കിലും റബ്ബു. അവൻ്റെ ആ പ്രയത്നം, അവൻ്റെ ആ കഥകളില്ലെങ്കിൽ ഞാൻ കഴിക്കാതെ ശക്തിയില്ല, ಪ್ರವರ್ತಿಗೂ ಸಾಧ್ಯ ಇಲ್ಲ. ನನಗೆ ಪ್ಯಾರಿಕೆ ಮಾತ್ರ ನನ್ನ ಅಂಡದ ಸಾಹಸ, ನನ್ನ ಅಂಡത്തെ ಕಷ್ಟ, ನನ್ನ ಅಂಡത്തെ ಎಲ್ಲ പണിയും ഇത് റിസൾട്ട് അങ്ങനെ വന്നത് എൻ്റെ കാരണം അല്ല. കാറൂൺ എന്നുള്ള ഒരാളുണ്ട്. ഹാറൂൺ നബി മൂസ നബിയുടെ ചങ്ങായി. ഹാറൂൺ അല്ല, കാറൂൺ. വലിയ ധനമന്ത്രി, വലിയ പൈസക്കാരൻ. കാറൂണിനോട് കേട്ടപ്പോൾ മൂസ നബി കേട്ടത്, നീ സക്കാത്തൊന്നും തന്നില്ലേ? വലിയ മൊത്തത്തിൽ കിട്ടിയാലും ഈ അമ്പാനിക്ക് പിടിക്കാറ്. അപ്പോൾ അയാൾ പറയുന്നത്, 100 ನನ್ನ ಜ್ಞಾನಶಕ್ತಿಯಲ್ಲಿ ಇದೆಲ್ಲ ನಾ ಕೈಬರುತ್ತೆ. ನನ್ನ ಜ್ಞಾನ, ನನ್ನ ಬುದ್ಧಿ, ನಾನು ನಕ್ಕುತ್ತೀವಿ. ಅದು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಕೇಳಿ, ಕಮ್ ಅಹ್ಲಕ್ನಾ क़ब्लಹುಂ അലം യറൗ, അവൻ കണ്ടില്ലേ? ഒന്നേക്കാൾ വലിയ ശിദ്ദത്തുള്ള എത്ര മനുഷ്യരെ ഒരു ലോകത്തുണ്ട്. അങ്ങ് എന്തിനാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് തുടങ്ങുന്നത്. ലാ പണ്ട് എപ്പോൾ നിരാകരിക്കപ്പെടും. നിങ്ങൾ ചെന്നത് പോലല്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ എല്ലാം ഞങ്ങാക്കുക, ഞങ്ങൾ ഭാര്യയില്ല ചെന്നത് ഇല്ല. ലാ ഇല്ല, അല്ലാണ്ട് ഇങ്ങനല്ല. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യില്ല അല്ല. ലാക്കും ഇഷ്ടിയും രണ്ട് വ്യത്യാസം. ലാ നിങ്ങൾ ചെന്നത് പോലല്ല. നിങ്ങളെ ബിയാറ് ശരിയല്ലേ അല്ല. നിങ്ങളെ കൺസെപ്റ്റുള്ള ഖബറുകൾ എടുക്കണം. നിങ്ങൾ എന്ത് ശരിയല്ല. ഓ ഖുശിമു, റബ്ബായ ഞാൻ സത്യം ചെയ്യിച്ചുള്ള അള്ളാഹു സത്യം പിടിക്കും. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കാര്യത്തെ ഞാൻ എതിരാളി നിരാകരിക്കുമ്പോൾ അള്ളാഹ്ക്ക് നാപ്പോയി അയാൾക്ക് ശക്തി കൊടുത്തു ആൾക്കാർക്ക് സത്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയും സത്യം ചെയ്യുമ്പോൾ അതിനപ്പുറത്ത് വലിയ മഹത്തരമായ കാര്യമുണ്ട്. അത് കഴിഞ്ഞ് അള്ളാഹു സമ്മതിയായ ഖുർആൻ സത്യം ചെയ്യാം. അള്ളല്ലാത്തങ്ങളെ ബകയിൽ, സസ്യങ്ങളെ ബകയിൽ, വൃക്ഷത്തെ ബകയിൽ, ശംസിനെ ബകയിൽ എല്ലാം അള്ളാഹ് സത്യം ചെയ്യാം. ഞങ്ങൾക്ക് പാടില്ല. ഞങ്ങൾ അള്ളാഹ് വിളിച്ച പാടാം. അള്ളാഹിന് വല്ലാഹി തല്ലാഹി ബില്ലാഹി, അള്ളാഹിനെ കൊണ്ട് മാത്രം സത്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ശിർക്കാവുന്നതും നബിയുള്ളൂ. അള്ളാഹ് മാത്രം. മൊയ്ത് ശേഖര ആനയില്ല, മുഹമ്മദ് നബിയുടെ ആനയില്ല, കഅബത്തെ ആന പോലും നിഷേധിച്ചത് അള്ളാഹു ആണ്. അതുകൊണ്ടുകൂടെ ലാ നിങ്ങൾ ചെന്ന പോലല്ല. ഉഖ്സിമു, നായിദാ സത്യം ചെയ്യാൻ വേണ്ടി പോലെ ബിഹാദൽ ബലദി, ഈ രായത്തെ വിളിച്ച് സത്യം ചെയ്യുക. ഏത് രായ? മക്ക. മക്കത്തെ വിളിച്ച് സത്യം ചെയ്യുക. മക്ക അത്രയോ ശ്രേഷ്ഠ. മക്ക ആരും ശ്രേഷ്ഠ? മുസ്ലിമിങ്ക അല്ല, മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ശ്രേഷ്ഠ. ഏത് യഹൂദി ബന്ധങ്ങൾ അവിടെ ഒരു ഇങ്ങനെ ആക്കാതെ പോകാൻ സാധ്യമേ അല്ല. ക്രിസ്തു ബർത്ത്, ക്രിസ്തുവിൽപ്പെട്ട ആൾ ബർത്ത്, അല്ലെങ്കിൽ മജൂസി ബർത്ത്, മനുഷ്യനായി ഏത് വിഭാഗം, കറുപ്പു വെൽപ്പു ചുവപ്പു വ്യത്യാസമില്ലാത്ത എല്ലാവരും ഒന്ന് അതുകൊണ്ടൊരു മട്ടിലാക്കി പോകും. ഭയങ്കരമായ അള്ളാഹു ആ ജാഗനെ നബിലേക്ക് തിരിച്ച ആ സംഭാഷണം. നിങ്ങൾ ആരെ? മുഹമ്മദ് റസൂൽ. ഈ ലോക മനുഷ്യർക്ക് മാതൃകയായി, ലോക മനുഷ്യരെ സാക്ഷിയാവേണ്ട, ലോക മനുഷ്യർ പഠിക്കേണ്ട ഒരു ഏക വ്യക്തിത്വ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ഹില്ലുൻ ബിഹാദൽ ബലദ്, ഈ രാജ്യത്തിൽ സർവ സ്വാതന്ത്ര്യമുള്ള, സാർവത്രിക സ്വാതന്ത്ര്യം ഉള്ള ഹില്ലിന് എല്ലാ നിലയ്ക്കും നിങ്ങൾക്ക് പെർമിഷനുണ്ട്. ഏത് രാജ്യത്തും നിങ്ങൾ ആരെ നില്ല് ചെന്നു ഈ രാജ്യത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് വാന്ത ഹില്ലിന് സമ്മേറ്റുണ്ട് അനുവദനീയ. ഹില്ലുൻ ബിഹാദൽ ബലദ്,
ഈ ബലദ് ഈ രാജ്യത്ത് നിങ്ങൾ സ്വാതന്ത്ര്യമുള്ള നീ രാജ്യത്ത് വെറുതെ സ്വാതന്ത്ര്യം എല്ലാവരും ലഭിക്ക വേണ്ടി വന്നാൽ അതുകൊണ്ട് അന്ത ഹില്ലുൻ ബിഹാദൽ അവിടുത്തോളം മുഹമ്മദ് നബി ഈ സന്ദേശ പ്രചാരം തുടങ്ങിയപ്പോൾ ഷഹാത്ത് കലിമയുടെ അതിലെ മാധുര്യ അതിലെ അർത്ഥ അതിലെ വ്യവസ്ഥ എല്ലാം ഉണ്ടാക്കുമ്പോൾ മനുഷ്യന്മാർ എതിർത്ത് മുഹമ്മദ് റസൂലാണ് ഞങ്ങൾ വിചാരിച്ചവരല്ല ഉണ്ട് ആത്മീയത കാണുമ്പോൾ അതെല്ലാം അങ്ങനെ ഇക്കിറങ്ങാൻ പാവത്തനോ ഇങ്ങനെ ഇക്കിറങ്ങാനാണ് വിചാരിച്ചത് അമ്പ്യാക്കന്മാർ കഞ്ഞുപോയ ഔലിയാക്കന്മാർ കഞ്ഞുപോയ ശോതാക്കന്മാർ സിദ്ദീഖിന ഉലമാക്കന്മാർ എല്ലാവരും അവൻ്റെ ദീനിക്ക് പണിയെടുത്തണം അവൻ്റെ ദീനിക്ക് പണിയെടുത്തണം കഷ്ടപ്പെട്ടു എല്ലാവരും അതെല്ലാം വിശദീകരിക്കാൻ അപ്പുറമുണ്ട് ഇവിടെ വാന്ത ഹില്ലുൻ ബിഹാദൽ ബലദ് ഇവിടെ അനുവദനയാണ് നിങ്ങൾ വേദനയോട് നിങ്ങൾക്ക് വായിക്കോട്ടില്ല നിങ്ങൾ സ്വാതന്ത്ര്യത്തെ കസിഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ലോകത്തിൽ ആർക്കും സാധ്യമല്ല ഇത് ഓരോ മുസ്ലിമിനും അള്ളാഹു சொல்றார் എങ്ങനെ കഴിയും മുഹമ്മദ് നബി അള്ള ചെന്ന പോലെ കേട്ട് ജീവിച്ചത് പോലെ ആ നബിനെ അനുയായി ഞാൻ ജീവിക്കുമ്പോൾ ഈ സർവ്വ സ്വാതന്ത്ര്യം നമുക്ക് പറയുന്നുണ്ട് ഇല്ലേ കഷ്ടം ഇല്ലേ കഷ്ടം സൂറത്ത് യൂനുസിലുണ്ടോ സൂറത്ത് പിന്നെ ഇബ്രാഹിമിലുണ്ട് എല്ലാം നോക്കും അള്ളാഹു சொல்றார் നിങ്ങൾ ഓട്ട് ഓടുന്നല്ലേ ഇത് മക്കസ്തു ഫീക്കും ലബസൻ ഇത് ലബിസ്തു ഫീയും ഞാൻ നിങ്ങളുടെ കുറേ കാലം ഇന്നില്ലേ ഇപ്പം 40 വർഷത്തിൽ പിന്നെ കേട്ടു മക്കസ്തു ഫീക്കും നിങ്ങൾ കുറേ കാലം താമസിച്ചു നല്ല എനിക്ക് എന്തെങ്കിലും കാണാൻ കേട്ടാൽ നല്ലതേ കാണും ഇത് സ്വാതന്ത്ര്യം കൊടുത്തില്ല മുഹമ്മദ് റസൂലുള്ളാഹി പിന്നെ 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 സ്വാതന്ത്ര്യം അല്ലാഹു അൻത ഹില്ലും ബിഹാദൽ ബലദ് ഈ രാജ്യത്തോട് വലിയ യോജിപ്പും ഈ രാജ്യത്തെ ഇനിയും പുതിയൊരു നവ അവസ്ഥയെ കൊണ്ടുപോകണം നിങ്ങൾക്ക് മാത്രമേ സാധ്യമുള്ളൂ വാലിദ്യം ഒമാ വലത് പിന്നെ അള്ളാഹു സത്യമില്ല വാലിദിന് നേരർത്ഥം അബ്ബ വാലിദ് നിങ്ങളെ പിടിയുണ്ട് അറബിയിൽ ഉറുദുള്ള വാലിദ വാലിദ് ഇവിടെ അള്ളാഹു വാലിദ് ചൊന്നു അതിലർത്ഥ മനുഷ്യ നിർമ്മാണം ചെയ്യ എല്ലാ വസ്തുക്കളെ കൊണ്ടും മനുഷ്യനെ കൊണ്ട് മാത്രമല്ല എൻ്റെ ഓരോരോ ഒരു ഭിത്തിൽ കൂടി എന്താണ് ലോകത്തുണ്ട് ഒരു ബീജ ഒരു തൈ ഒരു ആടിന് കിടാവ് പെണ്ണ് അല്ല ആൺ അതിൽ കൂടി എന്തെല്ലാം ഉത്പന്നം ലോകത്തുണ്ടാവും ഒരു ആദിനബിയിലെ മോൻ ആദിനബി അലൈഹിസ്സലാം എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു ലോകത്തിലുണ്ടാക്കിയ എത്ര അമ്പിയാക്കന്മാർ എത്ര നല്ല മനുഷ്യർ എന്തെല്ലാം മനുഷ്യന്മാരാണ് അള്ളാഹു ഉണ്ടാക്കിയ ലോകത്തെ ഉണ്ടാക്കിയ അള്ളാഹു മനുഷ്യരെ വിശേഷിച്ചുള്ള കാര്യം മനുഷ്യൻ മുമ്പ് പയ്യെ മുമ്പില്ല ആധുനിക യുഗത്തുകൊണ്ട് തയ്യാറാക്കിയ റോബോട്ട് എന്തും മുമ്പില്ല മുണ്ട സാധ്യതയല്ല നുത്തുക്കു അത് അള്ളാഹിനെ പ്രത്യേകം വലക്കത് കർമ്മ ബനി ആദം സന്തതികളെ നിങ്ങൾ ഗൗരവാക്കുക ആദം സമയത്തിലുണ്ട് അതുകൊണ്ട് വാലിനെ പിടിച്ചുന്ന സത്യശീല ഒമാ വലത ആ വാലിദ് ലോകത്ത് ഉത്പന്നാക്കി ഉണ്ടാക്കിയ ഫാക്ടറി എന്തെല്ലാം വസ്തുണ്ടോ അതുകൊണ്ടും സത്യ നീ മനസ്സിലാക്കേണ്ട ആവശ്യം ഒരു ആൺ പെണ്ണ് ലോകത്ത് എത്ര ലോകത്തെ അള്ളാഹു ഉണ്ടാക്കി ഒരു തേങ്ങ കേട്ടു ലോകത്തിൽ ആര് തേങ്ങ വന്നമ്മ തെങ്ങിര തൈ വന്നിരമ്മ തേങ്ങ വന്ന് തെങ്ങിര തൈ വേണം തേങ്ങ ಬಂದು ತೆಂಗಿನ ತೈಯವರು ಆ ಲೋಕದಲ್ಲಿ ಆದ್ಯತೆಯುണ്ടായി തേങ്ങ ഒരു തെങ്ങിന് മര വേണ്ടി ഒരാൾ വലിയ യുക്തിവാദി ഇമാമനൊട്ടിവാദി ശരിച്ചാക്കി ലോകത്തെ അള്ളാഹു അങ്ങനെ ഉണ്ടാക്കി എന്തെല്ലാം ഉണ്ടാക്കും തേങ്ങ ആദം നബി അലൈഹി ഇസ്ലാം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം നിങ്ങൾ മണ്ണിൽ അല്ലെങ്കിൽ നുതുഫത്തിൽ മണിയിൽ ഇന്ദ്രിയത്തിലുണ്ടായ ആദം നബി എന്തിലുണ്ടായി മരിയം ബിബി എന്തിലുണ്ടായി കുതിരത്തല്ല അള്ളാഹു എങ്ങനെ ഉണ്ടാക്കിയ ലോകത്തെ ഇത് അള്ളാഹു വാലിദി എല്ലാ ലോകത്തെ നിർമ്മിക്കാനെ കൊണ്ടും സത്യമാണ് ഒമാ വലത നിർമ്മിച്ച എല്ലാ വസ്തുക്കളെ കൊണ്ടും സത്യമാണ് എന്തൊരു സത്യം ഞാൻ ജവാബ് ചൊല്ലു സത്യത്തിൽ ജവാബുണ്ട് ഇപ്പോൾ
സത്യ ചെയ്ഞ്ഞ് ഒരു ജവാബ് വരും. അതിന് ജവാബാവും ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മാനവ സമൂഹത്തെ ഞങ്ങളെ സൃഷ്ടിച്ചത് ഫീ കബദ്, ക്ലേശ, കഷ്ട, കാർപ്പണ്യത്തെ സഹിച്ച് ലോകത്തിൽ ജീവിക്കേണ്ട ഒരു പ്രകൃതി ഉണ്ടാക്കി. നിങ്ങൾ ജീവനത്തെ പ്രാരംഭമേ ഉമ്മയുടെ ബൈത്തിൽ തിങ്കൾ 1, 2, 3, 4, 5, 6, 7, 8 നിങ്ങളുടെ നിങ്ങൾ തിരിഞ്ഞതും നിങ്ങൾ മറിഞ്ഞതും നിങ്ങൾ ഉമ്മലെ ആ ഉദരത്തിൽ നിന്നുള്ള നിങ്ങൾ കേബിൾ വയറ് പോലെ രക്തമെന്ന് നിങ്ങൾക്ക് പാലിട്ട് നിങ്ങൾക്ക് ബായി ലഭിച്ചത് നിങ്ങൾക്ക് എന്ത് പിടിയുണ്ട്? നിങ്ങൾ ആരെ തടസ്സാകെ പോകണ്ടേ? നിങ്ങൾ ആര് നിങ്ങൾ എവിടുത്തെ വന്നത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. കബർ നേരത്ത കരಳು, അത് രോഗമുണ്ടായ ഭാര്യ കഷ്ടം. ഇവിടെ അതുദ്ദേശമല്ല. അള്ളാഹ് തീക്ഷണമായ പരീക്ഷകനെയെ ബലിയാവുന്നത് നല്ലവനും വെടുക്കും ആബിദും ആബിദല്ലാത്തവനും എല്ലാവരും തീക്ഷണമായ പരീക്ഷകൾ ഓരോരോ കണക്ക് ഓരോരോ ബലി. ചിലത് എല്ലാം ഉണ്ട്, ചില ഇത് കിട്ടില്ല. പൈസ കാശെല്ലാം ഉണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. ബലത്ര കാശുണ്ട്, ബലത്ര ആവതുണ്ട്. ഒരാൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ ലണ്ടൻ പോയി എന്ത് വേണ്ടി മംഗലയ്ക്ക് പോകാൻ ചോദിച്ചു. സുന്ദരനായ യുവാവ്, സുന്ദരനായ യുവത്തി, ബലത്ര കാശ്, ബലത്ര അക, ബലത്ര വ്യവസ്ഥ. താങ്കൾക്ക് ഒരകല്ല, കുറേ അക, കുഞ്ഞില്ല. എന്തും എനിക്ക് തീരാണ്ട് ഇതൊക്കെ മീനുകൾക്ക് പോകേണ്ട ഒരാൾക്ക് 4-5 കുഞ്ഞിക്കുമ്പോൾ ഇപ്പോഴത്തെ സൗന്ദര്യമായ അവകെട്ടി താമസിച്ച് ഇഷ്ടമുള്ള 1.5 കോടി 2 കോടി കാറിൽ ഓടുന്ന ഒരാൾക്ക് ഒരു കുഞ്ഞി അവകാശമില്ല. അജീബ് എന്താക്കി ദത്തുക എടുക്കാം, അത് അയാൾക്കിടാവാം. സ്വത്തിന് അവകാശമില്ല അല്ലേ? നിക്കാക്കുന്ന ഈ ദത്തെടുത്തോണ്ട് നിക്കാ കളിക്കാറുണ്ട്. വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ലോകത്തെ ഉണ്ടാക്കിയ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. കുഞ്ഞെ വയറിൽ വന്നു. അങ്ങനെ പിന്നെ പ്രസവിച്ച് 2 വർഷത്തോളം കഷ്ടം. എവിടെ എനിക്കൊക്കെ ഓടുന്നതൊന്നും തീരാണ്ട് നീക്ക് ലാലിനെ പുരുഷനെല്ലാം ഉമ്മാക്കി പിടിച്ച് തൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. മല കൊടിപ്പൊഴുതു വായിലിട്ട് പിടിച്ച് അതെല്ലാം കുടിപ്പിച്ച് പിടിച്ച് ഇങ്ങനെ വിശാലമായ മൈതാനത്ത് ഓടണക്കും ചാടണക്കും തുടങ്ങിയ മനുഷ്യന് അവസാനം പോയിട്ട് 5-6 ഫീറ്റിനിടയിൽ കബർ ഇങ്ങനെ കിടക്കുന്നു. അവൽ മുതൽ ആഖിർ വരെ നിന്റെ നിയന്ത്രണത്തിലേ നീ കൂടൂ. നിനക്ക് വേണ്ടി വിശാലമായ ഒരു താജ്മഹൽ ഉണ്ടാക്കാൻ നിനക്ക് സാധ്യമല്ല. താജ്മഹലിനിടയിൽ ചെറിയ കൂടുതൽ നീക്കും. ഇടീ താജ്മഹലിന് ദേഹത്തെ നോക്കില്ല. ഫിറൗൻ വലിയ അയാളെ ഖബറെ സമുദ്രം. ഇപ്പോൾ ഖബറെ കൈരോ ഏതോ ഒരു മ്യൂസിയം. ഇതാരും മനുഷ്യനെ കൊണ്ടൊക്കെ അവനും ഇഷ്ടപ്പെട്ടാണ്. എല്ലാം നോക്കുന്ന ഭയങ്കര നക്കെല്ലാം തീരും പിടിക്കും, നക്കെല്ലാം തീരുണ്ടല്ലോ. തീരില്ല, തീരുന്നില്ല തീർക്കും. നീ തീരാത്തത് നീ ആളാവത്തില്ല. അപ്പൊ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യ തീക്ഷണമായ രാജാവിലും നൊമ്പലത്തിലും കഷ്ടത്തിലെ ഞങ്ങൾ സൃഷ്ടിച്ചു. അള്ളാഹു മനുഷ്യൻ ഉണ്ടാക്കേണ്ടല്ല, പ്രകൃതി അങ്ങനെ. ഖുലിഖൽ ഇൻസാനു അജുല. വേറെ മുത്തുവൻ മനുഷ്യ സൃഷ്ടിപ്പ് ഇങ്ങനെയുമുണ്ട്. അജുല, അജിലത്ത്, അമ്പരപ്പ്. എല്ലാത്തിലും അമ്പരപ്പല്ലേ. ആഹാരം ബീത്ത് റെഡിയായി അമ്പരപ്പ് പോയിക്കൊണ്ടു. ആരെ ഉണ്ടിത് കൊണ്ട് അമ്പരപ്പ്, അജിലത്ത്, നാച്ചുറൽ. അത് അതുണ്ടാക്കിയതല്ല. നിങ്ങൾ അങ്ങനെ ആവുകയുണ്ട്. അജുല അള്ളാഹു ആക്കി. അജിലത്ത് അള്ളാഹ് അജിലത്ത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഏറ്റവും ലോകത്തിൽ സമാധാനമുള്ള ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹ്. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് റസൂൽ കണ്ട ഓരോരോ വ്യക്തിയെയും സമാധാനത്തിന് അങ്കെ കൈപിടിച്ച് തൻ്റെ മുട്ടിൽ എപ്പാട്ട് സമാധാനം ഇല്ലാത്ത എപ്പാട്ടില്ല. സമാധാനമുള്ള കൈകൊട്ടി. ഏത് ലോകത്തെ അമീർ വന്നെങ്കിലും ലോകത്തെ ന്യായാധീശ വന്നെങ്കിലും തൻ്റെ ആ പ്രകൃതിയിൽ കൂടി
സ്വസ്ഥത നഷ്ടപ്പെട്ടെങ്കിൽ, അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് ദൂരപ്പെടുത്തി നല്ല സമാധാനത്തിൽ വാ, അല്ലെങ്കിൽ കുളിച്ച് വാ, അല്ലെങ്കിൽ തണ്ണി വീട്ടി വാ, അല്ലെങ്കിൽ ഒന്നുമെടുത്ത് വാ, മുഖത്തൊന്ന് പ്രശ്നത അജിലത്ത് എന്താ ആർക്ക് എന്താക്കുമ്പോൾ സാധ്യമല്ല. പിന്നെ വിചാരിക്കുമ്പോൾ ഖുലിഖൽ ഇൻസാനു ഹലൂഅ, മേഘാജി സൂറത്തിൽ മനുഷ്യർ ഇങ്ങനെയും സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഹലൂഅ, സബ്ർക്ക് ടൈമേ ഇല്ല, ക്ഷമ ഇല്ല, ക്ഷമ നഷ്ടപ്പെട്ടവരുടെ പോലെ. തൻ്റെ എതിരിൽ പൽക്കെ വരുന്ന രാജാവോട്ടു ഉമ്മാവോട്ടു നക്ക് 9 തിങ്കൾ നിന്റെ ഗർഭാശയത്തിൽ വെച്ച് നിന്റെ ഉമ്മയാണെങ്കിലും പൽക്കെ പറയുമ്പോൾ തെറ്റിപ്പോയി ചിലപ്പോൾ ക്ഷമ. അത് പിന്നെ ആരും നോക്കണം. മനുഷ്യ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, മനുഷ്യല്ല അതിലെ എടുക്കുകയാണ്, അതിലെ മനുഷ്യ എടുക്കുക. അമ്പൽപ്പ് എല്ലാം അമ്പൽപ്പ് തിക്ക് തരവും അഞ്ഞ ഇഞ്ഞ ഒന്നൊരു പിടിയും എല്ലാം വേണ്ട ഈ അജ്ജിലത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറ ഇറങ്ങുന്നതിന് കാരണമേ മുഹമ്മദിന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ മക്കത്ത് ഇത് അല്ലാഹു വിചാരിക്കുക മുഹമ്മദ് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെ ലഭിക്കിട്ട് മദീനത്ത് പൂർണ്ണമായ സ്വാതന്ത്ര്യം അള്ളാഹ് റസൂൽ കൂടെ ചെമ്മ കഴിഞ്ഞിരുന്നു. അള്ളാഹു അതുകൾ ഫ്രീ കൊടുത്തു. അള്ളാഹ് റസൂൽ കുറിഞ്ഞില്ല. 2 വർഷം 8 തിങ്കളും ഷേബെ അബൂ താലിബുല്ലെ പിടിക്കേണ്ടി വന്നു. നിങ്ങൾ പിടിക്കല്ലത് നബി വായിക്കൊണ്ടാക്കിയത് ഹിന്ദു മലയാളം വായിക്കൊണ്ടാക്കി എത്ര ശബ്ദത്തിൽ പ്രതിപെട്ട് നടന്നോടിക്കും. മുഹമ്മദ് നബി ചോറ് കൊടുക്കാനും കഞ്ഞി കൊടുക്കാനും സ്വാതന്ത്ര്യം ഇല്ലാനും വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നു. നബിനെ വീട്ടിൽ നമ്പിയ വിശ്വസിച്ചല്ല. വാർത്ത ഒരു നാൾ മാത്രം ഇച്ചിരി ഗಂಟೆ മാത്രം ഫ്രീഡം ಬಂತು. എന്തെങ്കിലും തിന്തു പോട്ടോ മാറിയിട്ട് അതാണ് നിങ്ങളോട് ചമ്മപ്പെട്ട് ചെന്നത്. ആര് മുഹമ്മദ് റസൂലാണ് ബർക്കത്തിൽ നബിയ തടഞ്ഞത്. എന്തൊക്കെ വേണ്ടി തടഞ്ഞത്? എന്തെങ്കിലും മോശാക്കിയതിൻ്റെ പേരില്ല. മഴസുമ്മിങ്ങൾ അമ്പ്യാക്കന്മാർ ദോഷാക്കണം. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അതിന് ചുറ്റുപാടിൽ ജീവിക്കണമെന്ന് ചൊല്ലുമ്പോൾ എന്ത് വേദന. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ കേന്ദ്ര ബിന്ദുവിൽ കൂടി മനസ്സ് ജീവിക്കുമ്പോൾ ഹലാൽ ഹറാം മനസ്സിലാവും, ജായിസ് നാജായിസ് മനസ്സിലാവും, ശാന്തി അശാന്തി, നീതി അനീതി, ക്രമ അക്രമ എല്ലാത്തിനും പിടിയാവും. അബുലാബ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ നിന്റെ ഒട്ടിക്ക് ഇല്ല എന്തേ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളെ ഡിപ്പെൻഡ് അവല്ലാത്ത ലാത്തല്ലാത്ത അവ മാത്രമാണ് ഞങ്ങൾ ഒക്കില്ല. ഞങ്ങൾ ചെല്ല അല്ല മാത്രമല്ല വേറെ ആളുണ്ട് നാലില്ല. ആ ഭാഗത്തും ലേറ്റർ നിങ്ങൾക്ക് ഇൻഷാല്ലാഹ്. പിന്നെ അള്ളാഹ് ഒരു ചോദ്യം കേട്ടാൽ അയ്യഹ്സബു അല്ല യഖ്ദിറ അലൈഹി അഹദ്. ഇങ്ങനെ ഈ അഹങ്കാരിമാർ വിചാരിக்கிறതാ അല്ല യഖ്ദിറ അലൈഹി അഹദ് ഒരാൾ ഓണ്ട് മേൽ ഓണ്ട് പിടിക്കുത്തീരാ ഓണ്ട് എന്താക്കുത്തീരാ ഒരു കാതിരായ ഒത്തി ഇല്ലാന്ന് അവൻ വിചാരിച്ചിട്ടാണ്. അവൻ ഉള്ളങ്ങളെ തടസ്സാക്കരുത്, ഇല്ലാത്തവനെ കൊള്ളൂരെ, അടിമമേ ആക്കരുത്, സ്വത്തോടെ സ്വത്തെ പോണീയത്താക്കരുത്. എന്തേ അയ്യഹ്സബു അല്ല യഖ്ദിറ അലൈഹി അഹദ് ഓണ്ട് മേൽ ഒരു പിടിക്കുന്ന ആളില്ലാന്ന് അവൻ വിചാരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂൽ മനസ്സ് ചൊന്നുകൊണ്ടിരിക്കുന്ന അദ്റക്തു മാലൽ നുബദ ഞാൻ കാശ് പൊടിയാക്കിയാണ്. നുബദയിൽ അട്ടിക്ക് മേൽ അട്ടിക്ക് മേൽ അട്ടിയെടുത്ത് ഇസ്ലാമിൽ എതിരുള്ള എൻ്റെ പ്രവർത്തനം ജോർ നടക്കുന്നത് ചൊല്ല മനുഷ്യൻ. യഖൂൽ അദ്റക്തു മാലൽ ഇനി ഇസ്രാഫ് ഇനി അഹങ്കാരത്തിൽ വ്യഭിചാരത്തിൽ ഇസ്പീറ്റിൽ ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നത് എല്ലാം നുബദ. يقول أهلكت مالا لبدا أيحسب أن لم يره أحد. ഓടി കുട്ടിര പണി ആരും കാണിക്കാൻ വിചാരിക്കുകയാണ്. എത്ര ചിമ്മൽ അല്ല പ്രകാരത്ത് അല്ല റൂമിൽ എവിടെക്കട്ടി അയ്യഹ്സബു ഞാൻ വിചാരിക്കണം അല്ല യറഹു അഹദ് ആരും കാണില്ല. ഞാൻ ഫ്രീയാണ്, എനിക്ക് എന്തോ ആക്കാം, ആരെയും കൊള്ളാം, എനിക്ക് പഞ്ചായത്ത് വിളിച്ച് MP തോറും ആളുണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, എല്ലാം ആക്കാം. എവിടോരു സകരാത്തിൽ ഇൻഷാല്ലാഹ് സുദീർഘമായ നബിക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തവരുടെ അവസ്ഥയും സ്വാതന്ത്ര്യം കൊടുത്ത നബി ഒട്ടു ജീവിച്ചിരുന്ന അവസ്ഥയും
നിങ്ങൾക്കത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആ നിരക്കര ബന്ധനെ പിടിച്ച് എല്ലാ ബന്ധങ്ങളും സ്ഥാപിച്ച് ചന്തത്തിൽ ഒരുമിച്ച് കൂടി എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ട്. അത് ഖുർആൻ ആശിക്കും. അല്ലാഹു നമ്മളെല്ലാവരും ഖൈറാക്കട്ടെ, ബറക്കത്താക്കട്ടെ. ദുആക്ക് വസിയത്താക്കി PD അബ്ദുൾ റസാഖ് സാഹിബ് നല്ല പാണ്ഡിത്യമുള്ള നാളെ നജീബ് കുഞ്ഞബ മൂത്തബ അബ്ബരെ മൂത്തോൻ അബ്ദുൾ റസാഖ് സാഹിബ് നാളെ ഹവ മസ്ജിദ് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും ഹവ മസ്ജിദിനെ പല നിരക്കും ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനും ഹവ മസ്ജിദിലെ പ്രാരംഭത്തെ ഖുതുബ നടത്തിയാലും നിങ്ങൾക്ക് അറബിയിൽ നല്ല പോലെ പൽക്കവരാണ്. നാളെ സന്ദർശിക്കുക പോയി തീരില്ല, നടക്കും മാലി കൊണ്ടു ഭാര്യ വൈഫ് ഉഷാറുണ്ട്. സുബൈ നിസ്കരിച്ചു ഞാൻ പള്ളി നിർമ്മിച്ചു.